ലഭിച്ച രാവാണ് ക്രിസ്മസ്. ക്രിസ്മസ് പ്രത്യാശയുടെ വെളിച്ചമാണ് നമുക്ക് നൽകുന്നത്. ആരുമില്ലാത്തവർക്ക്, ഹൃദയം തകർന്നവർക്ക്, നിരാശയിൽ കഴിയുന്നവർക്ക്, സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ കഴിയുന്നവർക്ക് ഈ ക്രിസ്മസിൽ കൊടുക്കാവുന്ന അമൂല്യമായ സമ്മാനം നാം അവർക്ക് തുണയായി ഉണ്ടാകുമെന്ന ആശംസയാണ്. ക്രിസ്മസിന് കൈമാറുന്ന മറ്റ് സമ്മാനങ്ങളൊക്കെ ഉറപ്പ് മാത്രമാണ്. യേശു ക്രിസ്തുവിന്റെ പാവനമായ പിറവിക്ക് സാക്ഷ്യം വഹിച്ചവളാണ് ഭൂമി. ആ ഭൂമിയിൽ അവിരാമ അസംഖ്യ മനുഷ്യപ്പിറവികൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. പരമമായ അർത്ഥത്തിൽ ഓരോ പിറവിയും ഓരോ തിരുപ്പിറവിയാണെന്ന സത്യം നമുക്ക് മറക്കാതിരിക്കാം. ദുഃഖത്തിലാണ്ടവർക്കും മരണത്തെ നിഴൽ കഴിയുന്നവർക്കും ഏകാന്തതയുടെ തുരുത്തുകളിൽ ഒറ്റപ്പെട്ടവർക്കും പ്രത്യാശയുടെ പൊൻവട്ടം ഉണ്ടിവിടെ എന്നാണ് ഓരോ ക്രിസ്മസ് രാവും നമ്മളോട് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇനിമേൽ നമ്മുടെ ജീവിതം ക്രിസ്തുവിനെ പോലെ കൂടുതൽ പ്രകാശിക്കേണ്ടിയിരിക്കുന്നു. ഹൃദയങ്ങളിലെ സ്നേഹ സംഗീതം കൂടുതൽ ഉച്ചത്തിൽ മുഴങ്ങേണ്ടിയിരിക്കുന്നു. സമാധാനത്തിന്റെ ഒലിവിലെ ചില്ലുകൾ ഉയർത്തിൽ വീശേണ്ടിയിരിക്കുന്നു. കാരണം പുൽക്കൂട്ടിലെ വെളിച്ചത്തിലേക്ക് തിരിയേണ്ടവരാണ്. ലോകത്തെ ഉണർത്താൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. പുൽക്കൂട്ടിനെ ഭൂമിയാക്കിയത് കരങ്ങൾ വിടർത്തി പാൽ പുഞ്ചിരി തൂക്കിക്കിടന്ന ദേവ സാന്നിധ്യമാണ്. ആ ദേവ സാന്നിധ്യത്താൽ ഹൃദയങ്ങളും കുടുംബങ്ങളും ഇടവകയും സമൂഹവും ഈ ഭൂഗോളം മുഴുവനും പുണ്യങ്ങളാൽ സമ്പന്നമാകട്ടെ. പുൽക്കൂട്ടിലെ ദിവ്യ പൈതൽ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.